എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഡിസംബർ 1, 1936. ഒരു ദിവസത്തെ ധ്യാനം. ഇന്ന് പ്രഭാതത്തെ ധ്യാന സമയത്ത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കൊരു മാറ്റവുമില്ലെന്ന് അവിടെ തന്നെ കാണിച്ചു തരികയും ഗ്രഹിപ്പിക്കുകയും ചെയ്തു. എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവതിരുഹിതം പൂർത്തിയാക്കുന്നതിൽ നിന്ന് ആർക്കും എന്നെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ദൈവം തന്നെ എന്നിലൂടെ പൂർത്തിയാക്കുന്ന അവിടുത്തെ പദ്ധതികൾക്ക് എൻ്റെ അനാരോഗ്യമോ ശാരീരിക ക്ഷീണമോ ഒന്നും തടസ്സമാകുവാൻ പാടില്ല. ഞാൻ അവിടുത്തെ കരങ്ങളിലെ വെറും ഒരു ഉപകരണം മാത്രം. അതിനാൽ എൻ്റെ ദൈവമേ, ഇതാ ഞാൻ അവിടുത്തെ തിരുമനസ് എന്നിൽ നിവൃത്തിയാക്കണമേ. അവിടുത്തെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി എന്നോട് കൽപ്പിക്കണമേ. എപ്പോഴും അവിടുത്തോട് വിശ്വസ്തയായിരിക്കാനുള്ള കൃപാവരം മാത്രം എനിക്ക് മതി. ദിവ്യകാരുണ്യ ഈശോയുമായി സംഭാഷണത്തിലായിരുന്നപ്പോൾ ഞാൻ നേരിടേണ്ടി വന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ച് വെറുതെ എന്നിൽ ഭയം ജനിപ്പിക്കരുതെന്ന് ഈശോ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നറിയുക. ഞാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഞാൻ തന്നെ അവയെ തരണം ചെയ്യുകയും ചെയ്യും. ഒരു നിമിഷം കൊണ്ട് ഏറ്റവും നിരാശാജനകമായ ഒരു സാഹചര്യത്തെ പ്രത്യാശാഭരിതമാക്കുവാൻ എനിക്ക് സാധിക്കും. ഇന്നത്തെ സംഭാഷണ സമയത്ത് ദൈവം നിരവധി കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തന്നു. എന്നാൽ അവയെല്ലാം ഞാൻ എഴുതുന്നില്ല. എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനം നൽകണം. പ്രത്യേകിച്ച് ഉല്ലാസ സമയത്ത് ശാന്തമായി അവരെ ശ്രവിക്കണം. ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം പറഞ്ഞാലും തടസ്സപ്പെടുത്തരുത്. എനിക്ക് ജിജ്ഞാസയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിക്കരുത്. പ്രതിജ്ഞ പഴയത് തന്നെ, അതായത് കരുണാധരനായ ഈശോയുമായി ഐക്യപ്പെടുക. പൊതുവായ പ്രതിജ്ഞ: ആന്തരിക ശാന്തത, നിശബ്ദത. ഈശോയെ, എന്നെ അവിടുത്തെ കരുണയിൽ മറച്ചു വെക്കണമേ. മറ്റുള്ളവർ അവരുടെ ഇഷ്ടം പോലെ എന്നെ വിധിച്ചു കൊള്ളട്ടെ. എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ സംസാരിക്കുകയില്ല. സഹനങ്ങളിൽ, പ്രാർത്ഥനയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തും. ഏറ്റവും ചെറിയ സംശയങ്ങളെപ്പോലും കുംസാരക്കാരൻ്റെ മാത്രം ഉപദേശം ഞാൻ തേടണം. മറ്റുള്ളവരുടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കുകയും എൻ്റെ സഹനങ്ങളിൽ മറ്റുള്ളവർ അല്പം പോലും ശ്രദ്ധിക്കാനിടയാകാത്ത വിധം ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ മറിഞ്ഞിരിക്കുകയും ചെയ്യും. ഏറ്റവും പ്രക്ഷുബ്ധമായ സാഹചര്യമാണെങ്കിലും ഞാൻ സമചിത്തത കൈവിടുകയില്ല. ആന്തരിക സമാധാനത്തെയും നിശബ്ദതയെയും ഭഞ്ജിക്കുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. ആന്തരിക സമാധാനത്തിന് തുല്യമായി ഒന്നുമില്ല. വ്യാജമായി കുറ്റാരോപിതയാകുമ്പോൾ ഞാൻ എന്നെ തന്നെ നീതീകരിക്കുകയില്ല. ഞാൻ തെറ്റുകാരിയാണോ അല്ലയോ എന്ന സത്യം അറിയുവാൻ അധികാരികൾ ആഗ്രഹിച്ചാൽ അവർ മറ്റുള്ളവരിൽ നിന്ന് അതറിഞ്ഞുകൊള്ളട്ടെ. എളിയ മനോഭാവത്തോടെ എല്ലാം സ്വീകരിക്കുക എന്നതിലാണ് എൻ്റെ ശ്രദ്ധ. പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞു തന്നതുപോലെ എളിമയിലും ശാന്തതയിലും ഈ മംഗളവാർത്തക്കാലം ഞാൻ ചെലവഴിക്കും. മംഗളവാർത്തക്കാലത്ത് പരിശുദ്ധ അമ്മയോടുകൂടി ആ ചൈതന്യത്തിലായിരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. വളരെയധികം ദാഹത്തോടെ രക്ഷകൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. എൻ്റെ ആഗ്രഹം വളരെ ഉത്കടമായിരുന്നു. വചനമാംസമായ രക്ഷകനെ സ്വീകരിക്കാൻ എല്ലാ ജനപദങ്ങളെയും ഒരുക്കുവാനും അങ്ങനെ ലോകം മുഴുവനും ദൈവത്തെ അറിയുവാൻ ഇടയാക്കുവാനും ഞാൻ അഭിലഷിച്ചു. ഓ ഈശോയെ, എല്ലാ സമയത്തേക്കാളും അങ്ങയുടെ കരുണ വളരെയധികം ആവശ്യമായിരിക്കുന്ന തിന്മയാൽ കലുഷിതമായ ഈ ലോകത്തിലേക്ക് അങ്ങയുടെ അളവറ്റ കരുണയുടെ ഉറവയിൽ നിന്ന് സമൃദ്ധമായി കൃപാവരമൊഴുക്കണമേ. പാപികളായ ഞങ്ങൾക്ക് അവിടുന്ന് കരുണയുടെ കരകാണക്കടലാണ്. ഞങ്ങൾ എത്രയധികം കഠിന പാപികളാണോ അത്രയും അധികം അവിടുത്തെ കരുണയ്ക്ക് ഞങ്ങൾ അർഹരാണല്ലോ. അവിടുന്ന് എല്ലാ സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്ന നിസ്സീമമായ കരുണയുടെ ഉറവിടമാകുന്നു. ഡിസംബർ 9. ഞാനിന്ന് ക്രാക്കോവിന് പുറത്തുള്ള പ്രാഡ്നിക്കിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നു. അവിടെ 3 മാസം താമസിക്കണമായിരുന്നു. എൻ്റെ അധികാരികളുടെ താല്പര്യപ്രകാരമാണ് എന്നെ അങ്ങോട്ട് അയക്കുന്നത്. പ്രത്യേകിച്ച് രോഗികളോട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ ജനറലിൻ്റെ സിസ്റ്റർ മൈക്കിൾ ആഗ്രഹപ്രകാരമാണ് എന്നെ വിട്ടത്. ദൈവത്തിരുമനസ്സിന് പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് ചികിത്സയ്ക്കായുള്ള ഈ ആനുകൂല്യത്തെ ഞാൻ സ്വീകരിച്ചു. അവിടുത്തെ ഇഷ്ടം പോലെ ദൈവം എന്തും ചെയ്തു കൊള്ളട്ടെ. അവിടുത്തെ തിരുമനസ് നിറവേറ്റുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. ദൈവഹിതപ്രകാരം ഈ ക്രിസ്മസ് അപരിചിതരോടൊപ്പമാണ് ഞാൻ ആഘോഷിക്കുന്നത്. എങ്കിലും ഈശോയും പരിശുദ്ധ അമ്മയും യേശുപിതാവും എന്നോടൊപ്പമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ് നിറവേറ്റുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. മരണത്തേക്കാൾ കൂടുതലായി ആരോഗ്യം തിരിച്ചു ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ശിശുവിനെ പോലെ എന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ അളവറ്റ കരുണയ്ക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് ഞാൻ വലിയ സമാധാനത്തിൽ ജീവിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായി തീരേണ്ടതിനായി എനിക്ക് അവിടുത്തോടുള്ള സ്നേഹം പരിശുദ്ധവും ആഴമുള്ളതുമാക്കി തീർക്കുവാൻ മാത്രമേ ഞാൻ പരിശ്രമിക്കുന്നുള്ളൂ.
കരുണയുടെ തിരുനാളിന് മുൻപായി 9 ദിവസത്തേക്ക് കരുണക്കൊന്ത ചൊല്ലുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച അത് തുടങ്ങും. ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കും. സമൂഹത്തിൻ്റെ പുറത്ത് തനിച്ചായിരിക്കാനുള്ള ഭയത്തിൽ നിന്ന് ഏകദേശം പുറത്തു വന്നപ്പോൾ ഈശോ എന്നോട് അരുളിച്ചെയ്തു, നീ ഒരിക്കലും തനിച്ചായിരിക്കുകയില്ല. എപ്പോഴും എല്ലായിടത്തും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. ഞാൻ തന്നെയാണ് നിന്നെ അവരിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്നത്. എൻ്റെ കണ്ണുകൾ അതീവ താല്പര്യത്തോടെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഭാവി പദ്ധതിക്കനുസൃതമായി നിൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കാനായി ഞാൻ തന്നെയാണ് ആ ഏകാന്തതയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്നോടൊപ്പമാണെങ്കിൽ ആരാണ് നിന്നെ തൊടുവാൻ ധൈര്യപ്പെടുന്നത്? മാത്രവുമല്ല, നീ നിൻ്റെ ഭയാശങ്കകളെല്ലാം എൻ്റെ മുമ്പിലേറ്റു പറഞ്ഞതിൽ ഞാൻ സംപ്രീതനാണ്. എൻ്റെ മകളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മാനുഷികമായി നീ എന്നോട് തുറന്നു പറയുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. ഞാൻ മനുഷ്യനായി ജീവിച്ച ദൈവമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഭാഷ എൻ്റെ മഹത്വത്തിനായി രചിക്കപ്പെട്ട സ്തുതികീർത്തനങ്ങളെക്കാൾ എനിക്ക് പ്രിയങ്കരമാണ്. എൻ്റെ മകളെ, അറിയുക, നിൻ്റെ സംസാരം ലളിതമാകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഞാൻ നിന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനാൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിനരികെ നീ സ്വസ്ഥമായി വസിക്കുക. പേന താഴെ വച്ച് പോകുവാനായി നീ ഒരുങ്ങുക. ഡിസംബർ 9. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാഡ്നിക്കിലേക്ക് പോന്നു. സിസ്റ്റർ ക്രിസ്റ്റോം എന്നെ അവിടെ കൊണ്ടുവന്നു വിട്ടു. ഒരു പ്രത്യേക മുറി എനിക്കായി ലഭിച്ചു. ഞാൻ ഒരുവിധം കർമ്മലീത്തക്കാരിയെപ്പോലെ കാണപ്പെട്ടു. സിസ്റ്റർ ക്രിസോസ്റ്റം തിരിച്ചു പോയപ്പോൾ ഞാൻ തനിച്ചായി. ഞാൻ പ്രാർത്ഥനയിൽ ആമഗ്നയായി. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി എന്നെ തന്നെ ഫലമേൽപ്പിച്ചു. അവൾ മാത്രമാണ് എന്നോടൊപ്പം എപ്പോഴും ഉള്ളത്. ഒരു നല്ല അമ്മയെപ്പോലെ എൻ്റെ എല്ലാ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും അവൾ എന്നോടൊപ്പമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈശോ കാണപ്പെട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, സമാധാനമായിരിക്കുക. നീ തനിച്ചല്ല. എൻ്റെ ഹൃദയം നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിയെ സംബന്ധിച്ചുള്ള ഭയത്തിൽ ഈശോ എന്നെ ശക്തിപ്പെടുത്തി. എനിക്ക് വളരെയധികം ആത്മശക്തി അനുഭവപ്പെട്ടു. ഒരു ധാർമ്മിക പാഠം. ഒരു കാര്യത്തിൽ നന്മ എന്താണെന്ന് അറിയുവാൻ പാടില്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ പരിചിന്തനം നടത്തുക. ആവശ്യമെങ്കിൽ ഉപദേശം ആരായുകയും വേണം. സംശയ മനസ്സോടെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ എന്തു ചെയ്താലും അത് നന്മയായിരിക്കും. നന്മ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ നന്മയ്ക്കായി ചിന്തിക്കുന്നതിനെ ദൈവം സ്വീകരിക്കും. ദൈവം അതിനെ സ്വീകരിക്കുക മാത്രമല്ല, നന്മയായി അംഗീകരിക്കുകയും ചെയ്യും. കുറച്ചു കാലം കഴിയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നന്മയായിരുന്നില്ല എന്ന് കണ്ടാലും ആരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുവാൻ തുടങ്ങിയ ഉദ്ദേശത്തെ ദൈവം മാനിക്കുകയും അതനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ ജീവിത സത്യം നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യ ഈശോയെ അല്പസമയം സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. എൻ്റെ ആത്മാവ് അതിൻ്റെ ഏക സമ്പത്തായ ദൈവത്തിൽ മുഴുകിയിരുന്നു. എൻ്റെ മണവാളൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയവും വിശ്രമിച്ചു. ചുറ്റുമുള്ളവരോട് എങ്ങനെയാണ് ഞാൻ വർത്തിക്കേണ്ടതെന്ന ആത്മീയ പ്രകാശം എനിക്ക് ലഭിച്ചു. അതിനുശേഷം എൻ്റെ ഏകാന്തതയിലേക്ക് തിരിച്ചു പോന്നു. ഡോക്ടർ വളരെ ശ്രദ്ധയും പരിചരണവും എനിക്ക് നൽകി. എൻ്റെ ചുറ്റുമുള്ളവർ എന്നോട് വളരെയധികം കരുണാപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. ഡിസംബർ 10. ഞാൻ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി ധ്യാനം നടത്തി. വിശുദ്ധ കുർബാന 6 മണിക്കായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം എൻ്റെ ഏക സ്നേഹവിഷയമായ ദൈവത്തിൻ ആത്മാവ് ആമഗ്നമായി. സർവശക്തനായവൻ തന്നിലേക്ക് എന്നെ പൂർണ്ണമായും വലിച്ചെടുത്തതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ വളരെ ക്ഷീണിതയായിരുന്നതിനാൽ അപ്പോൾ തന്നെ കിടക്കേണ്ടി വന്നു. എന്നെ പരിചരിക്കുന്ന സഹോദരി മരുന്ന് കൊണ്ടുവന്ന് തന്നെങ്കിലും ദിവസം മുഴുവനും വലിയ ക്ഷീണം തോന്നി. സായാഹ്നത്തിൽ തിരുമണിക്കൂർ നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പീഡിതനായ ഈശോയോട് ഐക്യപ്പെടാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എൻ്റെ മുറി പുരുഷന്മാരുടെ വാർഡിനോട് ചേർന്നായിരുന്നു. പുരുഷന്മാർ ഇത്രയും സംസാരപ്രിയരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രഭാതം മുതൽ രാത്രി വളരെ വൈകുന്നതുവരെ പല കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു. സ്ത്രീകളുടെ വാർഡ് ഒരുവിധം ശാന്തമായിരുന്നു. സ്ത്രീകൾ വായാടികൾ എന്നാണ് പൊതുവെ ആക്ഷേപിക്കപ്പെടുന്നതെങ്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് മറിച്ചും ശരിയാണെന്ന ഒരനുഭവമുണ്ടായത്.
ഈ കളിതമാശകൾക്കിടയിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്നു. ദൈവത്തിൻ്റെ കൃപാവരം എന്നെ പൂർണ്ണമായി സ്വന്തമാക്കുന്ന നിമിഷങ്ങളിൽ അവ എന്നെ ശല്യപ്പെടുത്തിയില്ല. കാരണം അപ്പോൾ പുറമേ നടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഈശോയെ, ഈ മനുഷ്യർ അങ്ങയെക്കുറിച്ച് എത്രയോ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും, പക്ഷേ ഈശോയെ മാത്രമില്ല. അവർ അങ്ങയെക്കുറിച്ച് സംസാരിക്കാത്തതിനാൽ തീർച്ചയായും അവർ അങ്ങയെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നുമില്ല. ഈ ലോകമാണ് അവരുടെ സ്നേഹവിഷയം, എന്നാൽ അവരുടെ സൃഷ്ടാവായ അങ്ങയെക്കുറിച്ച് അവർ നിശബ്ദത പാലിക്കുന്നു. ഈശോയെ, അവരുടെ നിസ്സംഗതയും നന്ദിഹീനതയും എന്നെ ദുഃഖിപ്പിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിലൂടെ അതിനെല്ലാം ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ. അതിരാവിലെ മുതൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ദിവ്യബലിയുടെ സമയത്ത് വളരെ അത്യാകർഷകമായ സ്വർഗീയ സൗന്ദര്യത്തോടെ പരിശുദ്ധ അമ്മയെ ഞാൻ ദർശിച്ചു. ആ ഭൗമിക സൗന്ദര്യത്തിൻ്റെ ഒരല്പമെങ്കിലും വിശദീകരിക്കുവാൻ എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. നീല അരക്കെട്ടോടുകൂടി തൂവെള്ള ഉടുപ്പും നീല മേലങ്കിയുമാണ് അമ്മ അണിഞ്ഞിരുന്നത്. ശിരസിൽ ഒരു കിരീടമുണ്ടായിരുന്നു. അമ്മയുടെ ശരീരത്തിൽ നിന്ന് അലൗകികമായ പ്രകാശകിരണങ്ങൾ ബഹിർഗമിച്ചിരുന്നു. ഞാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്, എന്നാൽ പ്രത്യേകമായും നിന്റെ സഭയുടെ അമ്മയാണ്. അവൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് നിരന്തരമായ അനുകമ്പ തോന്നുന്നു. അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തി എൻ്റെ ആത്മാവിലേക്ക് സന്നിവേശിക്കപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് 2 മാസം ഒരുങ്ങി ഈ തിരുനാളിനായി ആഗ്രഹിച്ച് കാത്തിരുന്നതെന്ന് ഞാൻ ഗ്രഹിച്ചു. ദൈവിക കൃപാവരത്തെ അല്പം പോലും ഒളിമങ്ങാതെ പ്രതിഫലിപ്പിക്കാനായി ആത്മാവിൻ്റെ ഉന്നതമായ പരിശുദ്ധിക്ക് വേണ്ടി ഇന്നു മുതൽ ഞാൻ പരിശ്രമിക്കും. അവിടുത്തെ ദൃഷ്ടിയിൽ പ്രസാദജനകമായ നിർമ്മല സ്ഫടികമായി തീരുവാൻ ഞാൻ അഭിലഷിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിന്ന് പ്രസരിച്ചിരുന്ന പ്രകാശകിരണങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് ഒരു വൈദികനെ, മിക്കവാറും ഫാദർ സൊപ്പോച്ചിക്കോ അല്ലെങ്കിൽ ഫാദർ ആൻഡ്രാഷ്, അന്ന് ഞാൻ ദർശനത്തിൽ കണ്ടു. തീർച്ചയായും ആ ആത്മാവ് അമലോത്ഭവയുടെ സ്നേഹിതനാണ്. ഒരു അതിസ്വാഭാവിക തീവ്രാഭിലാഷം എൻ്റെ ആത്മാവിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകാത്തതിൽ എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ ദൈവത്തിനായി അഭിലഷിക്കുന്നു. അങ്ങയിൽ ആമഗ്നയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വല്ലാത്തൊരു വിപ്രവാസത്തിലാണെന്ന് ഗ്രഹിച്ചു. എൻ്റെ ആത്മാവ് അതിൻ്റെ സർവ്വശക്തിയോടു കൂടി ദൈവത്തിനായി വാഞ്ചിക്കുന്നു. എൻ്റെ പ്രതിഭവനത്തിലെ നിവാസികളെ, ഈ വിപ്രവാസത്തെ അനുസ്മരിക്കണമേ. എപ്പോഴാണ് ഈ ആവരണം എനിക്കായി മാറ്റിത്തരിക? ഒരു പരിധിവരെ ഞാൻ ദൈവത്തെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്താലും, ഈ ആവരണം വളരെ നേർത്തതായിരുന്നാലും, ഞാൻ അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കുവാനായി അതിയായി അഭിലഷിക്കുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തിരുമനസ് നിറവേറട്ടെ. ഡിസംബർ 11 വിശുദ്ധ കുർബാനയിൽ മുഴുവൻ പങ്കെടുക്കുവാൻ ഇന്ന് എനിക്ക് സാധിക്കാത്തതിനാൽ പ്രധാനപ്പെട്ട ഭാഗത്ത് മാത്രമേ ഞാൻ സംബന്ധിച്ചുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ ഏകാന്തതയിലേക്ക് മുറിയിലേക്ക് മടങ്ങിപ്പോന്നു. ദൈവിക സാന്നിധ്യം പെട്ടെന്ന് തന്നെ എന്നെ വലയം ചെയ്തു. അപ്പോൾ കുറച്ചൊരു സമയത്തേക്ക് ഈശോയുടെ പീഡാസഹനം എനിക്ക് അനുഭവപ്പെട്ടു. ആ നിമിഷങ്ങളിൽ ദൈവകരുണയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് അവഗാഢമായ അറിവ് ലഭിച്ചു. രാത്രി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആ സമയത്ത് വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരാത്മാവ് എന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതായി എനിക്ക് മനസ്സിലായി. പൂർണ്ണ ആത്മാവോടെ കുറച്ച് സമയത്തേക്ക് അവൾക്ക് ദൈവിക കൃപ ലഭിക്കാനായി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഉച്ചകഴിഞ്ഞ് ഞാൻ വാർഡിൽ പ്രവേശിച്ചപ്പോൾ ഒരാൾ മരണവേദനയിലാണെന്ന് ഞാൻ കണ്ടു. ആ വേദന തലേരാത്രി ആരംഭിച്ചതാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട സമയത്താണ് തുടങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ തന്നെ ആ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു, ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണക്കൊന്ത ചൊല്ലുക. ഓടിപ്പോയി കൊന്ത എടുത്തുകൊണ്ടുവന്ന് മരണാസന്നിയായ വ്യക്തിയുടെ അരികിൽ മുട്ടുകുത്തി വളരെ തീഷ്ണതയോടെ ഞാൻ കരുണക്കൊന്ത ചൊല്ലുവാൻ തുടങ്ങി. ഉടനെ തന്നെ മരിച്ചുകൊണ്ടിരുന്ന വ്യക്തി കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി. ആ കരുണക്കൊന്ത പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവൾ അസാധാരണമായ സമാധാനത്തോടെ മരിച്ചു. കരുണക്കൊന്ത ചൊല്ലുന്നവർക്ക് ദൈവം നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ ഞാൻ അവിടുത്തോട് മുഴുശക്തിയോടെ പ്രാർത്ഥിച്ചു. അവിടുന്ന് എനിക്ക് വാഗ്ദാനം ചെയ്ത കൃപാവരങ്ങൾ ആ ആത്മാവിനെ പുൽകിയതായി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ആനുകൂല്യം അനുഭവിച്ച ആദ്യത്തെ ആത്മാവായിരുന്നു അത്. ആ ആത്മാവ് ദൈവകരുണയുടെ ശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടതായി എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചു.
ഞാൻ എൻ്റെ ഏകാന്തതയെ തിരിച്ചെത്തിയപ്പോൾ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. കരുണക്കൊന്ത് ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ അത് ചൊല്ലിയാലും ഈ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. മരണാസന്നരുടെ കട്ടിലിനരികെ നിന്ന് കരുണക്കൊന്ത് ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോവുകയും അളവറ്റ ദൈവകരുണ ആ ആത്മാവിനെ പുൽകുകയും ചെയ്യും. എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. ഓ ദൈവകരുണയുടെ ഔന്നത്യവും പ്രത്യേകിച്ച് ആ നിർണായക നിമിഷത്തിൽ ആ കരുണ നമുക്കെല്ലാം എത്രമാത്രം ആവശ്യമാണെന്നും എല്ലാവരും ഗ്രഹിച്ചിരുന്നെങ്കിൽ. ഒരാത്മാവിലുള്ള അന്ധകാര ശക്തിയുമായി ഞാനിന്ന് വലിയ പോരാട്ടം നടത്തി. സാത്താൻ ദൈവകരുണയെ എത്ര ഭയങ്കരമായി വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ കണ്ടു. ഓ കുരിശിൽ തൂങ്ങി മരിച്ച കരുണാസമ്പന്നനായ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളെ ഓർക്കണമേ. കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എനിക്ക് അഭയമായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, എൻ്റെ മരണസമയത്ത് ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മരണവേദന അനുഭവിച്ച ഈശോയെ, കരുണയുടെ നിദാനമേ, എൻ്റെ മരണസമയത്ത് ദൈവകോപത്തെ തടഞ്ഞു നിർത്തണമേ.